ബലിപെരുന്നാളിന് ശേഷം വരുന്ന ജൂൺ 18, 19 തീയതികളിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. പണിമുടക്ക് കേരളത്തിലെ സ്കൂളുകളെ ബാധിക്കുമോ? വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 2024 നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ AISA ജൂൺ 19, 20 തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ബലിപെരുന്നാളിന് ശേഷം വരുന്ന ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പണിമുടക്ക്. ഈ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മൗനം പാലിക്കുകയാണെന്നും ഇടത് സംഘടനകൾ ആരോപിച്ചു. പണിമുടക്കിന് ഇന്ത്യ സഖ്യവും പിന്തുണ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. 67 വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി 1ാം റാങ്കിൽ എത്തിയതോടെയാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളടക്കം രംഗത്ത് എത്തിയത്. അതിനിടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. 2 ഇടത്ത് ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം ശക്തമായിരിക്കുമെങ്കിൽ കേരളത്തിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളെ ഈ സമരം ബാധിക്കാൻ സാധ്യതയില്ല. സംസ്ഥാനത്തെ കോളേജുകളെ ഒരുപക്ഷെ ഈ സമരം ബാധിച്ചേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.